ക്രിമിനലുകൾക്കെതിരെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ സ്റ്റീൽ ബോർഡ് പദ്ധതി പ്രകാരം ഇതുവരെ പിടിയിലായത് 22 ക്രിമിനലുകൾ. ക്രിമിനൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുമെന്നും റൂറൽ SP KS സുദർശൻ പറഞ്ഞു. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മാസ്റ്റർ ബ്രെയിനായ പ്രവർത്തിച്ചയാളെ വിദേശത്ത് നിന്ന് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും SP അറിയിച്ചു. സ്ഥിരം കുറ്റവാളികളെയും ഗുണ്ടാ സംഘങ്ങളെയും മോഷ്ടാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് എറണാകുളം റൂറൽ ജില്ലാ പോലീസ് ഓപ്പറേഷൻ സ്റ്റീൽ ബോർഡ് പദ്ധതി ആരംഭിച്ചത്. 2026 മാർച്ചിൽ ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 22 ക്രിമിനലുകളെ പിടികൂടുകയും നിരവധി ആയുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതായി റൂറൽ ജില്ലാ പോലീസ് മേധാവി KS സുദർശൻ പറഞ്ഞു. ഓപ്പറേഷൻ സ്റ്റീൽ ബോർഡ് എന്ന് പറയുന്നത് ഹാർഡ് കോർ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകൾ, അതായത് നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഇത് തൊഴിലായി നടക്കുന്ന ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ടീം, അതായത് ഇന്റലിജൻസ് കളക്ഷനും കേസുകളെ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ, അവരുടെ പാസ്പോർട്ട് നമ്പർ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ ഏതെങ്കിലും ക്രിമിനൽ ഗാങ്സ് ആയിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രൈം കമ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടെത്തി മനസ്സിലാക്കി അവർ അറസ്റ്റ് ചെയ്ത് ക്രൈംസ് പ്രിവെന്റ് ചെയ്യുന്നുള്ള നടപടികളാണ് ഈ ഓപ്പറേഷൻ സ്റ്റീൽ ബോർഡിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആയുധങ്ങൾ കൈവശം വെച്ചവർ, പുതിയ കൊട്ടേഷൻ നടപ്പാക്കാൻ പദ്ധതി തയ്യാറാക്കിയവർ, ഹൈവേ റോബറി നടത്താൻ ഒത്തുചേർന്നവർ, അങ്ങനെയുള്ളവരാണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ സ്റ്റീൽ ബോർഡിന്റെ ഭാഗമായി ഇന്റലിജൻസ് കളക്ഷൻ, ക്രിമിനലുകളെ നിരീക്ഷിക്കൽ, പ്രിവന്റീവ് അറസ്റ്റ് എന്നിവ ശക്തമാക്കും. മുൻകാല കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവരുടെ ജാമ്യം റദ്ദാക്കുമെന്നും റൂറൽ SP പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ 18 കിലോഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിലെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ചയാളെ വിദേശത്തു നിന്ന് കേരളത്തിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും SP KS സുദർശൻ വ്യക്തമാക്കി. ജനം, കൊച്ചി.